രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ്. ഇത് KN ബാലഗോപാലിൻ്റെ 6ാം തിരുമുറു ആകുമോ എന്ന് വെച്ചാൽ ഒരുപാട് പരിതോവസ്ഥകൾക്കിടയിലാണ് ഈ ബജറ്റിൻ്റെ തയ്യാറെടുപ്പ്. അതേസമയം തിരഞ്ഞെടുപ്പ് ഉണ്ട് താൻ. അപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സമീപനം? അത് ഇതിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ്. CPM ഭംഗിയായിട്ട് കാര്യങ്ങൾ അറിയാം. ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മാത്രമല്ല CPM അവതരിപ്പിക്കുന്ന അവസാനത്തെ ബജറ്റ് ആകാതിരുന്ന കൊള്ളാം. കാരണം അതവർക്കറിയാം, വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒടുവിലത്തെ ബജറ്റാണ് എന്നുള്ള കാര്യം നമ്മളെ കാട്ടി ഭംഗിയായിട്ട് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ വരെയുള്ള ബഹളമൊക്കെ അങ്ങ് തീർന്നു. അദ്ദേഹത്തിൻ്റെ ടോൺ ശ്രദ്ധിച്ചാൽ അറിയാം. മാധ്യമങ്ങൾക്ക് കൊടുത്ത പല അഭിമുഖങ്ങൾക്കും അദ്ദേഹം പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി തുടങ്ങി എന്നാണ് പറയുന്നത്. ഈ കടമെടുപ്പ് കടമാണല്ലോ സ്ഥിരം, അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം കുറഞ്ഞു വരുന്നു എന്നാണ്. പിന്നെ ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ക്ഷേമ പദ്ധതികൾ, പിന്നെ ആനുകൂല്യങ്ങൾ, മറ്റ് നടപ്പാക്കാനുള്ള ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ന്യായമായ ആവശ്യങ്ങളാണെന്നേ. അപ്പോൾ അതായത് ടോണിൽ ചെറിയ വ്യത്യാസം ഇതിനകത്ത് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിലും നേരിട്ട ഒരു വലിയ തിരിച്ചടിയുണ്ട്. ഈ തിരിച്ചടിയിൽ നിന്ന് ഇവരെപ്പോഴും പാഠം പഠിക്കുന്നാണല്ലോ പറയുന്നത്. ഇപ്പം തെറ്റവർ ചെയ്യാറേ ഇല്ല വാസ്തവത്തിൽ. CPM ഒരിക്കലും, നമ്മളത് ആവശ്യമില്ല പറയുന്നതാണ്, CPM തെറ്റിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് മാത്രം കരുതി ചെയ്യുന്ന തെറ്റുകളാണ്. അതാണ്. അപ്പം എന്തെങ്കിലും വേണ്ട തിരുത്താൻ. അപ്പം അത് അങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും എന്നുള്ളതാണ്. അപ്പം ആ ലെവലിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അതായത് ഇപ്പം തിരുത്തിയില്ലെങ്കിൽ ഇനി ഒരിക്കലും തിരുത്തേണ്ടി വരില്ല എന്ന് ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്നലെ വരെ പറഞ്ഞിരുന്നു. നോക്കുമാ, ഈ ബംഗാളിലും നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പാഠം പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ CPM എന്നുള്ളത് നമുക്കെന്താ വിരോധം? ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ CPM പോലൊരു സംഘടന രാജ്യത്ത് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ സാറേ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു ഈ രാജ്യത്ത് മനോരമ മാത്രം മതിയോ, മാതൃഭൂമി മാത്രം മതിയോ? ദേശാഭിമാനിയും വേണം. പക്ഷേ ദേശാഭിമാനി മാത്രം മതിയോ? പോരാ. അപ്പോൾ ഇതിനകത്ത് CPM പോലും ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് നങ്കൂരം വിടാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ലത്. അതേസമയത്ത് CPM പഴയകാല നേതാക്കളെന്ന് ഭാഷ ആലോചിച്ച് നോക്കൂ. അവരുണ്ടായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്കത് കീ റോള്, ആങ്കർ റോള് കളിക്കാൻ അവർക്കറിയാം. അവർക്കറിയാം, ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലൊരു നേതാവിൻ്റെ അഭാവം ഇപ്പോൾ CPM അലട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും CPM കഴിവിനെ നമ്മൾ കുറച്ച് കാണുകയില്ല. അപ്പോൾ പക്ഷേ എന്തോ അത് അവർ വഴിമാറി ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ബംഗാളിലും അത് തന്നെയാണ് ചിന്തിച്ച് നടന്നത്. ത്രിപുരയിലും അതാണ് നടന്നത്. ഇപ്പോൾ അതേ വഴിയിൽ കൂടി സഞ്ചരിച്ച് കേരളത്തിലെത്തി നിൽക്കുകയാണ്. കേരളത്തിലും ഈ ധാർഷ്ട്യം കാണുമ്പോൾ നമുക്കത് പലപ്പോഴും പല നേതാക്കളുടെ വായിൽ നിന്നൊക്കെ വരുന്ന ധാർഷ്ട്യം കാണുമ്പോൾ നമുക്ക് ഇതല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പാഠം പഠിച്ചിട്ടുണ്ടോ, പഠിച്ചു എന്ന് പറയുന്നത് കള്ളമല്ലേ, അല്ലെങ്കിൽ അത് നമ്മളെ പറ്റിക്കാനുള്ള അടവല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് വാസ്തവം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ശബരിമല കൊള്ള നടത്തിയ ആൾക്കാർക്ക് മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്തത്. ബാക്കി നാട്ടിൽ എല്ലാ പേർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്. അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഇതുണ്ട്, പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല അവർക്ക്. അതായത് ഈ എല്ലാവരും വളരുകയാണ്. പക്ഷേ ഒപ്പം നാടും വളരണ്ടേ? അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് പ്രതിപക്ഷത്താണ് ഇരുന്നതെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ഈ ആനുകൂല്യം കൊടുക്കാതിരിക്കുമോ? പെൻഷൻ്റെ കാര്യത്തിൽ അവരെന്താ പറഞ്ഞത്? അപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഒരു അഷ്യൂർഡ് പെൻഷനെങ്കിലും ഇപ്പം ഈ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇപ്പം നമ്മൾ മാഷി ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതൊന്നും നടപ്പാക്കാൻ ഇവർക്ക് ബാധ്യതയില്ല എന്നുള്ള മട്ടിലാണ് പറയുന്നതെങ്കിൽ കൂടിയും CPM അവരുടെ ഇടതുപക്ഷം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒന്നാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കേസ്. പക്ഷെ അവർ പ്രഖ്യാപിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിദാരിദ്ര്യം ഇപ്പോൾ കേരളത്തിലില്ല. ഒരു ഘട്ടം കൂടി കടന്ന്, ഒരു പടിവ് കൂടി മുന്നോട്ട് കടന്ന് കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇനി ദരിദ്രൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇവിടെ ഉണ്ടാവില്ല. ഞാനും സാറും ഒക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ എത്രയോ പേരെ കാണുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ കുത്തി നിറച്ച് നമുക്ക് പണ്ട് ഈ കോവിഡ് കാലത്ത് ഒരു കിറ്റ് തന്നിരുന്നു. ഈ കിറ്റിൽ മോഹിതരായിട്ടാണ് നമ്മളെല്ലാം കൊണ്ട് അയ്യോ എല്ലാം മറന്നു നമ്മൾ എല്ലാം മറന്നു. ഒരു മറ്റേ സ്പ്രേ കൂടെ തന്നാൽ മതി, അടിച്ചു നടക്കാൻ മതി. അപ്പോൾ എല്ലാം ക്ലിയർ ആക്കി. ആ കിറ്റിലാണ് വാസ്തവത്തിൽ കേരളം കിറ്റ് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റിച്ചടാ ഇത് തന്നവനെ എങ്ങനെ നമ്മൾ
അതാണ് ഇപ്പോൾ പിന്നെ എം എം മണി പറഞ്ഞത്. മാറ്റി ഞണ്ണിയിട്ട് എം എം മണി പറഞ്ഞതാണ്. കാരണം പിന്നെ എവിടെയൊക്കെ കുത്തിയില്ല. അപ്പം അതൊരു മര്യാദയല്ലേ? ഞാൻ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, ക്യൂ നിന്നു, നമ്മൾ കോവിഡ് കാലമാണ്, വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, കിറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ പറയും എടി അല്ലേടാ പിന്നെ തന്ന ആളല്ലേ ഒന്ന് ഒരു തവണയ്ക്ക്. ആ ഒരു തവണയാണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിച്ചത്. ആ നമ്മുടെ ദൗർബല്യം ആണ് പോയത്. അതേപോലൊരു പുതിയ പഴയ കിറ്റ് പുതിയ രൂപത്തിൽ ഇറങ്ങുന്നതാണ് അവസാനം ഈ ബജറ്റ്. ഇനി കൊടുത്തില്ലെങ്കിൽ അതുതന്നെയാണ് ഈ സിനിമയുടെ വാക്കുകളൊക്കെ വളരെ പിന്നെ ഇവർക്ക് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചത് യാഥാർത്ഥ്യം പുറത്ത് ഇപ്പോഴാണ് മാഷെ അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഇതിനി കൂടുതൽ നിൽക്കാൻ പറ്റില്ല. ജനത്തിന് അവകാശപ്പെട്ടത് ജനം കിടന്ന് പിന്നെ നട്ടം തിരിയാണെന്ന് അവർക്കറിയാം. നട്ടം തിരിയാണെന്ന് അറിയാം. അപ്പോൾ എന്തിനാ ഒന്നും ഒരുപോലെയല്ല, ആരും തുല്യരുമല്ല എന്നും കൂടിയൊക്കെ തെളിച്ചിട്ട് പോകുന്നവരാണ്. ഒരിക്കൽ നമുക്ക് കിറ്റ് തന്നു. നമുക്ക് ഈ ഫ്രീ ബീസ് ഒരിക്കലും നമുക്ക് പിന്നെ ജനാധിപത്യത്തിൽ നല്ലതെന്ന് പറയുന്ന അഭിപ്രായം എനിക്കില്ല. ഒരിക്കലും നമ്മളെ പഴയ തൊഴിലില്ലായ്മ വേതനം കൊടുത്തുകൊണ്ട് ആൾക്കാരെ വെറുതെ ഇരിപ്പിക്കാൻ പ്രേരിപ്പിക്കരുത്. ആൾക്കാരെ പണിയെടുക്കാൻ പ്രേരിപ്പിക്കണം. അതല്ലാതെ ഫ്രീ ബീസ് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായിട്ട്. അപ്പോൾ പിന്നെ ഇവരെന്തെങ്കിലും തരണം ആനുകൂല്യങ്ങളല്ല. പക്ഷേ വാർദ്ധക്യ പിന്നെ വയോജനങ്ങൾക്കുള്ള വാർദ്ധക്യം, തൊഴിലില്ലായ്മയുള്ള ആൾക്കാർക്ക്, ആശാ വർക്കേഴ്സിന്, ഇങ്ങനെ ആനുകൂല്യങ്ങളുടെ പരമ്പര ലഭിക്കേണ്ട ഒരുപാട് പേരുണ്ട് അവർക്ക്. അപ്പം അവർക്ക് കൊടുക്കാതിരിക്കലാണ് വാസ്തവത്തിൽ അതൊരു വലിയ തെറ്റുന്നത്. അവർക്ക് കൊടുക്കാതിരിക്കുകയും മറുഭാഗത്ത് കിറ്റ് തന്നെ നമുക്ക് തന്നു. വീണ്ടും ഒരു കിറ്റ് ഉണ്ടായിരുന്നു, ഭക്ഷ്യവകുപ്പ് മന്ത്രി കൊടുത്തിരുന്നു. മന്ത്രിമാർക്ക് മാത്രം, അത് MLA മാർക്ക് മാത്രം കൊണ്ടായിട്ട് കിറ്റ് കൊടുത്തു. അപ്പോൾ ജനം ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ്. ഞാനും സാറും ഒരു 60 കിലോമീറ്റർ അപ്പുറത്തേക്ക് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കാറിൽ ഫൈൻ അടിക്കും. മന്ത്രിമാർക്ക് ഇതുവരെ ഫൈനില്ല. അപ്പോൾ ആരും തുല്യരല്ല. VIP കൾച്ചർ. അവൻ്റെ കാർ സ്പീഡിൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല. നേരെ ജനത്തിന് വേണ്ടി ജനത്തിന് ലഭിക്കാത്ത ഒരു അവകാശവും ഞങ്ങൾക്ക് വേണ്ട എന്നൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് സർക്കാർ പറയും? തീർച്ചയായിട്ടും. അതാണ് എൻ്റെ നമ്മുടെ കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ നമ്മളിലൊക്കെ പിന്നെ സാധാരണക്കാരല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. CPSU പോലെ. അതാണ് ഇവരൊരു സാധാരണക്കാരല്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിന്നെ ഒരു പിന്നെ സമൂഹത്തെ മധ്യത്തിൽ അവർ നിൽക്കുന്നത്. അവിടെയൊക്കെയാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ വയോജനങ്ങൾക്കുള്ള പെൻഷൻ, അവരുടെ പിന്നെ സുരക്ഷ, പിന്നെ ആരോഗ്യ പരിപാലനം ഒക്കെ ഉള്ള കാര്യങ്ങൾ ഈ ക്ഷേമ പദ്ധതികളുടെ പിന്നെ ഈ ബജറ്റിനകത്ത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബജറ്റിനകത്ത് ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു പുതിയ കിറ്റാണ്. മൂന്നാം ഭരണത്തിലേക്കുള്ളൊരു പുതിയ കിറ്റ്. ഇനി ഒരിക്കലും കിറ്റ് കൊടുക്കാൻ പറ്റില്ല. ജനത്തിന് കിറ്റിൻ്റെ പിന്നെ പൊരുൾ ഭംഗിയായിട്ട് അറിയാം. അല്ലെങ്കിൽ ഹിറ്റാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ പൊരുൾ ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ ഇനി ജനത്തിന് അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല കേരളക്കാരെന്ന് അവർക്ക് ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് പിന്നെ പൊടിയൊട്ടി എടുത്തിട്ട് കടമെടുക്കാവുന്ന പിന്നെ എടുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു. ഇത് എന്താണ് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ കയറി തുടങ്ങി. നമ്മുടെ ആ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പിന്നെ സർവീസ് സെക്ടർ ഇതെല്ലാം മാറുകയാണ്. കുറച്ചുകൂടി സുഗമമായിട്ട് ഒരു ഈസി ഗോ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇത്രയും രാജ്യങ്ങളുമായിട്ടുള്ള കരാറ് വാസ്തവത്തിൽ എത്ര ചങ്കൂറ്റമായിട്ട് ഇങ്ങനെയൊക്കെ വേണ്ടി വളരാൻ വാസ്തവം. അപ്പോൾ സ്വന്തം നിലയിൽ എനിക്ക് എൻ്റെ പിന്നെ എൻ്റെ വിളവുകൾ, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അല്പം സുതാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ലോക ഇടങ്ങളിലേക്ക് ഇത് വളരെ ഫ്രീ ആയിട്ട് സെൻസ് അത് ഏറെക്കുറെ വലിയ പ്രതിസന്ധികളില്ല, തടസ്സങ്ങളില്ലാതെ എത്തിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ നേട്ടം നമുക്ക് നേരിട്ട് കിട്ടുകയല്ലേ, രാജ്യത്തിന് കിട്ടുകയല്ലേ. അപ്പോൾ അതിനുള്ള വാതിൽ തുറന്നു കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അത് മറ്റൊരു വിഷയമാണെങ്കിൽ നമുക്ക് പിന്നീട് വളരെ വിശദമായി സംസാരിക്കാം. എന്നിരുന്നാൽ കൂടിയും അത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഒപ്പുവച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റ് ഇനി നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇത് ഇതുവരെ ഉള്ളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തപ്പെടുത്തിയിട്ടുള്ള ഒരു ബജറ്റാവും. ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മൂന്നാം വട്ടവും ഭരണം. പക്ഷെ ഇതിലൊരു കമ്മി ഉണ്ടാവും. കമ്മി ബജറ്റായിരിക്കും. ഈ കമ്മി കുറയും. കമ്മി കുറയ്ക്കാൻ വലിയ പ്രയാസമില്ലാതെ നമുക്ക് ഈ ട്രേഡ് പാക്റ്റ് നമുക്കതിന് വഴിയൊരുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് അല്ലേ? അങ്ങനെ വരില്ലേ? അല്ല, ഉറപ്പായും അത് ഇതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ബാലഗോപാൽ ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രഖ്യാപനങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയും കൂടി അതിനകത്തുണ്ടായിരുന്നിരിക്കും. അപ്പോൾ അല്ലാതെ വെറുതെ പ്രഖ്യാപനങ്ങൾ നമുക്ക് അർത്ഥമില്ല. ഇനി വെറുതെ പ്രഖ്യാപനങ്ങൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കമ്മീഷൻ കൂടാതെ തന്നെ പിന്നെ നമ്മുടെ ശമ്പള പരിഷ്കരണത്തേക്ക് വരും എന്നാണ് പറയുന്നത്. കമ്മീഷനൊക്കെ വച്ചിട്ട് പോയാൽ ജനത്തിനറിയാം ഇതൊരു ഉടായ്പ പരിപാടിയാണ്, ഇത് നിൽക്കില്ല, സമയമില്ല എന്ന് പറയും. അതുകൊണ്ട് കമ്മീഷൻ ഇല്ലാതെ തന്നെ ചെയ്യണം. DA ലയിപ്പിക്കൽ, പിന്നെ കൃഷിക്കാർക്ക് ലഭിക്കാനുള്ളത്, വയോജനങ്ങൾക്കുള്ളത്, പിന്നെ തൊഴിലില്ലായ്മ വേതനം,
എത്ര നാളായിട്ട് ഇതൊക്കെ കിടന്നിപ്പോൾ അതിന് ചിലത് ക്ഷേമ പെൻഷനുകളുടെ വർധനവുണ്ട്. ഇങ്ങനെ സർവ്വ സെക്ടറിനെയും പിടിച്ച് കൊണ്ട് മൂന്നാം വട്ട ഭരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന, അപ്പോൾ NSSനെയും SNDPയെയും പ്രീണിപ്പിക്കാനുള്ള ചില പത്മശ്രീകളും കൂടി ഇതിനകത്ത് അതിനെ മറികടന്ന് ഉള്ള ചില പിന്നെ സംഭവങ്ങൾ കൂടി ഇതിനകത്തുണ്ടാവും. അത് കേവലം ബാലഗോപാലിന്റെ മാത്രം ബുദ്ധിയായിരിക്കില്ല ഇതിന്, അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധിയിൽ കേരളം വീഴുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.